അടിപൊളി സെഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കാരണം ഇന്ന് നിങ്ങൾ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യത്തിനുള്ളൊരു ഉത്തരവായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ഒരുപാട് പേര് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. പഠിച്ചു തുടങ്ങിയവരുണ്ട്, പഠിച്ചു തുടങ്ങാത്തവരുണ്ട്, ഇനി എപ്പോൾ പഠിച്ചു തുടങ്ങണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. സോ നിങ്ങളെല്ലാവരുടെയും ഒരു ടെൻഷൻ അല്ലെങ്കിൽ കൺഫ്യൂസ് ആക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ ഇപ്പം +2-ഉം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനുള്ള പ്രിപ്പറേഷൻസും ഒരുമിച്ച് കൊണ്ടുപോകും. സോ അത് വല്ലാത്തൊരു ചോദ്യമാണ്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് +2-ന് നല്ല മാർക്ക് വാങ്ങണം. ഇൻ ബിറ്റ്വീൻ നമുക്ക് ബാക്ക്ലോഗ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് റിവൈസ് ചെയ്തിട്ട് അതിനേക്കാൾ ബെറ്റർ ആയിട്ട് പഠിക്കണം. അതാണ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം നമ്മൾ നല്ല മാർക്കോ പാസ്സാവാനുള്ള മാർക്കോ അല്ല നമ്മൾ നോക്കുന്നത്, ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എന്ത് പഠിച്ചോ അതിനേക്കാൾ കൂടുതൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. സോ അതിനെന്തായാലും കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. സോ എങ്ങനെ ഈ ഒരു മന്ത്, ഈ സെപ്റ്റംബർ മാസം എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റിനുള്ളൂ, ഇതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളും ഒരുപാട് സ്ട്രെസ്സൊക്കെ ആയിട്ട് ഇരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ സന്തോഷ വാർത്തയാണ്, വേദാന്തു മലയാളം നിങ്ങളുടെ ഒപ്പമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുണ്ട്. ഇന്ന് നിങ്ങൾക്കുള്ള ചോദ്യത്തിൻ്റെ ഒരു മറുപടിയാണ് എങ്ങനെ ഇത് രണ്ടും ഹാൻഡിൽ ചെയ്യും. സോ ബിഫോർ ദാറ്റ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ടെസ്റ്റ് സീരീസ്, അതായത് ഓരോ ചാപ്റ്ററിലെയും ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, ഓരോ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ടെലഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട്. സോ നിങ്ങളൊരു 45 മിനിറ്റ്സ് എടുത്തിട്ട്, അതായത് നമ്മൾ 30 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിട്ടുള്ളത്. സോ ഒരു 45 മിനിറ്റ്സ് എടുത്തിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക. അതിൻ്റെ സൊല്യൂഷനായിട്ട് പിറ്റേ ദിവസം നമ്മൾ എല്ലാവരും ലൈവിലും വരും. സോ അങ്ങനെ നിങ്ങൾക്കൊരു ഡിഫറെൻറ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ആൻഡ് ഓൾസോ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ലെക്ചേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യം അങ്ങനെ നിൽക്കട്ടെ. ഇനി എങ്ങനെ +2-ൽ ഇപ്പം റെഗുലറായിട്ട് എല്ലാ ടീച്ചേഴ്സും ക്ലാസ് എടുക്കുന്നുണ്ട്. കാരണം അവർക്കും ഒരു ടാർഗറ്റ് ഉണ്ട്, ഇത്രയും ദിവസത്തിനുള്ളിൽ പോർഷൻസ് തീർക്കണം എന്നുള്ളത്. ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നത് നമുക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയതാണ്, അതിന് ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. എന്നിരുന്നാൽ പോലും പല സ്കൂളുകളിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്ലോ ആയിട്ടാണ് ഈ മാസത്തിലെ +2 ടോപ്പിക്സ് പോവുക. അങ്ങനെയുള്ളവർക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്താണ്, നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇമ്പ്രൂവ്മെന്റിനും പഠിക്കാൻ പറ്റും, +2 വളരെ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടും പറ്റും. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതിനേക്കാട്ടിലും കുറച്ചധികം, അതായത് ഒരു പടി മുകളിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും ഇത് ഉറക്കത്തെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. എത്ര നമ്മൾ നന്നായി പഠിക്കുന്നോ, കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാട്ടിലും എത്ര ഉയരത്തിലാണോ നമ്മൾ നിൽക്കുന്നത്, അത്രയും മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ സമയം ഈ ദിവസങ്ങളിൽ, അതായത് ഇനി വളരെ തുച്ഛമായിട്ടുള്ള ദിവസങ്ങളേ ഉള്ളൂ, അതായത് ഒരു 10-20 ദിവസം, 20 ദിവസം പോലും ഇല്ല അല്ലേ. സോ ഈ 20 ദിവസത്തിൽ താഴെ ഉള്ളൂ. അപ്പം ഇത്രയും ദിവസങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിന് നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാനായിട്ട് പറ്റും. ഇനിയുള്ളത് നിങ്ങൾക്ക് ഇപ്പം ഒരു 15 ദിവസമാണ് അല്ലെങ്കിൽ 20 ദിവസമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, 20 ദിവസമില്ല 18 ദിവസമേ ഉള്ളൂ. ഓക്കെ, സോ ഒരു 15 ദിവസം നിങ്ങൾ ടാർഗറ്റ് ചെയ്യും. ഈ 15 ദിവസത്തിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല. ആൻഡ് ഓൾസോ ഇതിനിടയിൽ നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്, സൺഡേസ് വരുന്നുണ്ട് അല്ലേ. അപ്പം ഈ സൺഡേസിലൊക്കെ അഡീഷണൽ ആയിട്ട് വർക്ക് ചെയ്യുക. അതായത് ഇപ്പം സൺഡേ നമുക്ക് ഹോളിഡേ ആണ്, പക്ഷേ ഈ 2 ആഴ്ച നമുക്ക് ഹോളിഡേ അല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻപുട്ടാണ്, നമുക്ക് എന്താ പറയുക, ഏറ്റവും കൂടുതൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ദിവസമാണ്. കാരണം വേറെ നമ്മൾ ക്ലാസ്സിന് പോകുന്നില്ല, വേറെ പ്രത്യേകിച്ച് നമുക്ക് എൻഗേജ്മെൻറ്റ്സ് ഒന്നുമില്ല. ഈ സൺഡേ എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിക്കാനുള്ളൊരു സമയമാണ്. കാരണം ഞാൻ പറയട്ടെ, 2 ആഴ്ച നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടതുള്ളൂ. ഈ 2 ആഴ്ച നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ബോർഡ് എക്സാമിൽ നമുക്ക് നേടാൻ പറ്റാത്ത കാര്യം, ഒരുപാട് പേർക്ക് നിസ്സാര മാർക്കിന് A+ പോയിട്ടുള്ളവരാണ്. അവരൊക്കെ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഇപ്രാവശ്യം A+ലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഈ 2 ആഴ്ച നമ്മുടെ കുറച്ച് കളിയും ചിരിയും തമാശകളും സോഷ്യൽ മീഡിയയും ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും മക്കളെ. ഓക്കെ, അതിന് 15 ദിവസമല്ല 10 ദിവസമാണെങ്കിൽ പോലും നിങ്ങൾ എത്രത്തോളം മനസ്സുണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട്, അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇനിയും തുടങ്ങാനായിട്ട് ഇപ്പോഴും എനിക്ക് മടിയാണ് മിസ്, ഞാൻ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, +1-ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നോ അത്രയും നിങ്ങൾ സ്കോർ ചെയ്ത് വെക്കാം. കാരണം +2 കുറച്ച് ടഫാണ്. ഓക്കെ, സോ ഈ +1-ൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അസറ്റാണ്. കാരണം നമുക്കറിയാലോ, +1-ൻ്റെയും +2-ൻ്റെയും മാർക്ക് ഒരുമിച്ചാണ് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ +1-ൽ നമ്മൾ മാക്സിമം സ്കോർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ A+-നാണെങ്കിലും A-ലോട്ടാണെങ്കിലും B-ലോട്ടാണെങ്കിലും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഏത് ഗ്രേഡ് ആണോ അതിലോട്ടുള്ള ദൂരം വളരെ കുറയും. ഓക്കെ, അതായത് നമ്മൾ കുറച്ച് എഫേർട്ട് ഇച്ചിരി കുറഞ്ഞു കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ +2-ൽ നമുക്ക് വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് നല്ല സ്കോർ മേടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യം. +1-ൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ ഒരു 2 ആഴ്ച ചത്ത് കിടന്നിട്ടാണെങ്കിലും പഠിച്ച്
പഠിച്ചിട്ട് മാർക്ക് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ആൻഡ് ഇതിൻ്റെ കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട് അല്ലേ, അതായത് മൺഡേ ടു സാറ്റർഡേ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്, ടീച്ചേഴ്സ് എല്ലാവരും പോർഷൻസ് എടുക്കും. സോ ഒരു പരിധി വരെ, അതായത് നിങ്ങളിപ്പോൾ ഒരു 2 മണിക്കൂർ നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ഒരു 1.5 hours അല്ലെങ്കിൽ 1 hour നിങ്ങൾ +2 ടോപ്പിക്സിന് വേണ്ടിയിട്ട്, അതായത് ജസ്റ്റ് നിങ്ങളൊന്ന് എന്താ പറയുക റെഫർ ചെയ്ത്, അതായത് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചു പോയ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ലെക്ചറൽ നോട്ട്സ് ഒക്കെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ബാക്കി നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ 1 hour അല്ലെങ്കിൽ 2 hour ലിമിറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ് ഉണ്ട്, കോച്ചിങ് ഉണ്ട്. സോ നിങ്ങൾക്ക് +2 എന്താണോ ഉള്ളത് അത് അഫ്കോഴ്സ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ് അല്ലെങ്കിൽ നിങ്ങളുടെ കോച്ചിങ് സെന്ററിൽ നിന്നും കൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് അവിടെ ആ ടൈം ബാലൻസ് ആയി പൊക്കോളും. അത്യാവശ്യം നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ട്യൂഷൻ ക്ലാസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ട്യൂഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ കോച്ചിങ് സെന്റർ ആയിക്കോട്ടെ അവിടെ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് ഡൈജസ്റ്റ് ആവും. ഓക്കെ, ആൻഡ് അഡീഷണൽ ആയിട്ട് ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 1 hour കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. സോ +2 കാര്യം അങ്ങനെ നമുക്ക് കുറച്ച് സേഫ് ആക്കിയിട്ട് വെക്കാൻ പറ്റും. ആൻഡ് മിനിമം 2 hours നിങ്ങൾ എവറി ഡേ നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. എന്തായാലും എല്ലാവരും 3 സബ്ജക്റ്റിൽ കൂടുതൽ ആരും ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഇന്ന ചാപ്റ്റർ, ഓക്കെ ഫിസിക്സിൻ്റെ ആണെങ്കിൽ ഈ ചാപ്റ്റർ, കെമിസ്ട്രിയുടെ ആണെങ്കിൽ ഈ ചാപ്റ്റർ, ആ കോമ്പിനേഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഫിസിക്സിൻ്റെ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നിങ്ങൾ എടുക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച ചാപ്റ്റർ തന്നെയാണ്, എന്നിരുന്നാൽ പോലും കുറച്ചും കൂടെ നമ്മളൊരു ടൈം എടുത്താൽ മാത്രമാണ് ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കെമിസ്ട്രിയോ ബയോളജിയോ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാത്സോ ഏത് സബ്ജക്റ്റാണ് ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഈസി ആയിട്ടുള്ള കോമ്പിനേഷനിൽ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതായത് നമ്മളൊരു ഇന്നത്തെ ദിവസം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ടഫിൻ്റെ കൂടെ പിന്നെയും ടഫ് വെക്കരുത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് ബോറടിച്ചു പോകും, നമുക്ക് ഒരു ഹോപ്പും ഉണ്ടാവില്ല. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മളൊരു സബ്ജക്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലാവുന്നില്ല, അടുത്ത സബ്ജക്റ്റ് എടുത്തു, അതും മനസ്സിലാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും, അന്നത്തെ ദിവസം തന്നെ നമ്മൾ പഠിക്കുന്നതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി വിടും. സോ അത് ആ ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. നിങ്ങൾ ഓക്കെ ഈ ഒരു സബ്ജക്റ്റ് ഫിസിക്സ് എന്ന് ഞാൻ പഠിക്കുന്ന സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണ്, അതെനിക്ക് കുറച്ച് ടഫാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല, കുറച്ച് നേരം അത് മാറ്റി വയ്ക്കാം. കെമിസ്ട്രിയിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എടുക്കാം, ഓക്കെ ഇതാണ് എനിക്ക് ഏറ്റവും ഈസിയസ്റ്റ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ഫ്ലോ വരും. ഓക്കെ ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഓഫ് കോഴ്സ് എനിക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും, ഈ പ്രാവശ്യത്തെ എനിക്ക് ഇംപ്രൂവ്മെന്റ് കിട്ടും. ഓക്കെ, ആൻഡ് അതിനുശേഷം നിങ്ങൾ നേരെ ബയോളജിയിലോട്ട് പോകുക, അല്ലെങ്കിൽ കുറച്ച് നേരം നിങ്ങൾ വീണ്ടും ആ ഫിസിക്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ദെൻ ഈസി ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ഈ ഫിസിക്സ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ, കെമിസ്ട്രി മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കോമ്പിനേഷൻ എടുക്കുമ്പോൾ ടഫ് ചാപ്റ്ററിൻ്റെ കൂടെ ഈസി ചാപ്റ്റർ മിക്സ് ചെയ്യാം. ഓക്കെ, ഒരു ചാപ്റ്റർ തന്നെ എപ്പോഴും എന്താ പറയുക ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കരുത്. ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ബോറടിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ നമ്മുടെ വേദാന്തൂൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ്റെ നിങ്ങൾക്ക് ആ സൊല്യൂഷൻസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് കമ്പയർ ചെയ്ത് പഠിക്കാം. ആൻഡ് ഈ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആദ്യം ചെയ്ത് നോക്കാം. അഫ്കോഴ്സ് മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് മറന്നുപോയ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. എഗെയിൻ നിങ്ങൾ അതിൻ്റെ കറക്റ്റ് സൊല്യൂഷൻ എഴുതാം, എഗെയിൻ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കാം. ഒരു ദിവസം ബ്രേക്ക് എടുത്തിട്ട് ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. കാരണം നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, നമ്മൾ സ്റ്റേറ്റ് ബോർഡിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ന്യൂമറിക്കൽസ് ഒന്നും വരില്ല, നമുക്ക് കുറേക്കും തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസാണ് വരിക. കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ന്യൂമറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ന്യൂമറിക്കൽസ് ഓഫ് കോഴ്സ് ഉണ്ട്, ഇല്ലെന്നല്ല, എന്നാലും കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് വരുന്നത്. നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനെ കമ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും മറ്റ് ബോർഡ്സിനെ കമ്പയർ ചെയ്യുമ്പോഴും നമുക്ക് ന്യൂമറിക്കൽസ് കുറച്ച് കുറവാണ് വരുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, അത്രയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാനില്ല. പ്രീവിയസ് ഇയറിലെ ന്യൂമറിക്കൽസ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റിന് അതേ ചോദ്യങ്ങൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കുന്ന സമയത്ത്, അതായത് 2 hours നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് കോൺസെപ്റ്റ് പഠിക്കാനിരിക്കുന്നു. ആൻഡ് ഓൾസോ ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ നിങ്ങൾ അഡീഷണൽ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാനും നിങ്ങൾ എടുക്കുന്നു. അതായത് ഡെയിലി നിങ്ങളിപ്പം +2 വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ 1 hour അല്ലെങ്കിൽ 1.5 hours നിങ്ങൾ +2 ആൻഡ് ഓൾസോ നിങ്ങൾ ഈ കോച്ചിങ്ങിനും ഇതൊന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയം കൂടെ +2 ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് എടുക്കാം. ആൻഡ് ഓൾസോ ദെൻ ഇംപ്രൂവ്മെൻറ്റിന് വരുമ്പോൾ നിങ്ങൾ ഏറെക്കുറെ ഒരു 2-3.5 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. സോ ഇങ്ങനൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഒരു ടൈം ടേബിൾ നിങ്ങൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്യാം. ഏറ്റവും ആദ്യം പറയാനുള്ളതാണ് ടൈം ടേബിൾ നിങ്ങൾ ഫിക്സ് ചെയ്യുക. ടൈം ടേബിൾ നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. സോ ആ ടൈം ടേബിൾ ഫിക്സ് ചെയ്യുന്നു, ഇന്ന ദിവസങ്ങളിൽ ഞാൻ ഇന്ന ചാപ്റ്റേഴ്സ് ഒക്കെ കവർ ചെയ്യും, പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് അതൊന്ന് റിവൈസ് ചെയ്യുക. കാരണം നമ്മൾ എന്നോ പഠിച്ചതാണ്, ഫസ്റ്റ് ടൈം നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ പരിചയം തോന്നും, എനിക്കെല്ലാം ഓർമ്മയുണ്ടാകുന്നു തോന്നും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ഇതൊന്ന് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആൻഡ് ഓൾസോ ഈ ടൈം ടേബിളിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ബോർഡിനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉണ്ടായിരുന്ന നോട്ട്സ് ഉണ്ട്, ആ നോട്ട്സ് എല്ലാവരും എന്ത് ചെയ്യണം, യെസ് ഇതിൻ്റെ കൂടെ തന്നെ
ഇരുന്നിട്ട് പഠിക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഉണ്ടാക്കിയ നോട്ടാണ്, അന്ന് നമ്മൾ എത്രയോ കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയ നോട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ എന്താ പറയുക ഓരോ വാക്കുകളിലൂടെ നമ്മൾ പോകുമ്പോഴും നമുക്ക് മനസ്സിലാവും ഓക്കെ ഇതൊക്കെയാണല്ലോ അന്ന് ഞാൻ ഇത് പഠിച്ചപ്പോൾ എനിക്ക് ഓക്കെ ഇതൊക്കെയാണ്. സോ ആ നോട്ട്സിലൂടെ നമ്മൾ ഉണ്ടാക്കിയ നോട്ട്സിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദെൻ നിങ്ങൾ നോട്ട്സിലൂടെ കടന്നു പോകും. അതുപോലെ തന്നെ ഫോർമുല റിവിഷൻ, കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഫോർമുല നിങ്ങൾക്ക് എന്താ പറയുക പക്ക അറിയത്തില്ല, എന്താ പറയുക SSC+UT+ ആണോ മൈനസ് ആണോ ഇതൊക്കെയാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോകും. അതുകൊണ്ട് ഫോർമുല റിവിഷന് വേണ്ടി അല്ലെങ്കിൽ ഫോർമുല നിങ്ങൾ കഴിഞ്ഞ വർഷം എഴുതിയതുണ്ടെങ്കിൽ ആ കഴിഞ്ഞ വർഷത്തെ നോട്ട്സ് വെച്ചിട്ട് നിങ്ങൾ ഫോർമുലാസ് ഒക്കെ റിവൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടേ ഇരിക്കുക. മൈനസും പ്ലസും ഒന്നും തെറ്റിപ്പോകരുത്, സ്ക്വയറും ക്യൂബും ഒന്നും തെറ്റിപ്പോകരുത്. ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ആൻഡ് ഓൾസോ ഈ പറയുന്ന പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്രത്തോളം പറ്റുമോ അത്രത്തോളം നിങ്ങൾ ചെയ്യുക. കോൺസെപ്റ്റ് പഠിക്കുന്നു അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് NCERT ഒന്ന് കടന്നു പോകുന്നു, ദെൻ ക്വിക്കായിട്ട് ആ ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ നിങ്ങളുടേതായിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജി നിങ്ങൾ ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ. ഓൾസോ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ഒരു ചാപ്റ്റർ ബേസ്ഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റ് സീരീസിന്റെ സൊല്യൂഷൻസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് അതിനോടുള്ള അഭിപ്രായങ്ങൾ ഓക്കെ ഇത് എത്രത്തോളം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, അതുപോലെ ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വേണ്ടത്, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മളടുത്ത് മെൻഷൻ ചെയ്യുക. തീർച്ചയായിട്ടും അതിനുള്ള സൊല്യൂഷൻ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ് ടു വേദാന്ത് മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.